Our next module is Inner Product and Norms. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ സ്പേസിൻ്റെ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇന്നർ പ്രോഡക്റ്റ് എന്താണ്, നോംസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോം എന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു രണ്ട് ബാറുകളുടെ ഇടയിൽ, ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷന് സിംഗിൾ ബാർസ് ഉള്ള പോലെ ഇതിന് ഡബിൾ ബാർസിൻ്റെ ഉള്ളിൽ ഡിനോട്ട് ചെയ്യുന്ന ടേംസ്, അതിനെയാണ് ആക്ച്വലി നോം എന്ന് പറയുന്നത്. അപ്പോൾ നോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ ലെങ്ത് ആണ്. അതായത് ഇവിടെ ഒരു പോയിന്റ് x1 x2 എന്നുള്ളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 0 0 എന്നുള്ള പോയിന്റ്, ഇവിടെ x1 x2 എന്നുള്ള പോയിന്റ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് x1 മൈനസ് ഇവിടുത്തെ x കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ x1 മൈനസ് 0 ദി ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് 0 ദി ഹോൾ സ്ക്വയർ. സോ ലെങ്ത് ഓഫ് x ഈസ് ആക്ച്വലി റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്നുള്ളതാണ് ആ x എന്നുള്ള ഈ x1 x2 എന്നുള്ള പോയിന്റിന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതിനിപ്പോൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത ആ എക്സിൻ്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്നുള്ളത്. ആക്ച്വലി അതാണ് നമ്മൾ നോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് ദി പോയിന്റ്, ലെങ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഫ്രം ഒറിജിൻ, അതാണ് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ നോം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആർബിട്രറി ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് x1 x2 എന്നുള്ള ഒരു പോയിന്റ് അതിന് x എന്ന് ഡിനോട്ട് ചെയ്താൽ നോം ഓഫ് x എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ആയിരിക്കും. ഇനി അത് R3യിൽ എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ട്രിപ്പിൾ കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ ആ x എന്നുള്ള വാല്യൂ, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. നോം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ളത്? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ, ഫോർ x and y element of Rn, the dot product of x and y is denoted by x dot y and is defined to be x dot y equal to x1 y1 plus x2 y2 plus extra xn yn. അതായത് നമ്മൾ എക്സും വൈയും ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് Rn എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ Rnലാവുമ്പോൾ അത് ഈ എക്സ് എന്ന് പറയുന്ന ആ വെക്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു n ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ലൈക്ക് ദീസ് എക്സ് ഈക്വൽ ടു സം x1 x2 എക്സെട്ര xn, n കോർഡിനേറ്റ്സ് വരുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ആ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി y എന്ന് പറയുമ്പോൾ അതും ഒരു n ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ R2 എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് എന്നുള്ളത് എന്തായിരിക്കും? x1 x2 ആയിരിക്കും. അതുപോലെ തന്നെ y എന്ന് പറയുന്നത് y1 y2 ആയിരിക്കും. അപ്പോൾ R3 എടുക്കുകയാണെങ്കിൽ x1 x2 x3, സിമിലർലി y വിൽ ബി y1 y2 y3. അപ്പോൾ ഇവിടെ Rn ആയതുകൊണ്ട് അതൊരു n ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇനി ഈ n ടപ്പിൾ റെപ്രസെൻറ്റേഷൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ് തമ്മിലെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം വാല്യൂവിനെയാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് R2 എടുക്കുകയാണ്. R2ൻ്റെ രണ്ട് വെക്റ്റേഴ്സ് 1 2 എന്നുള്ളൊരു വെക്റ്ററും 2 3 എന്നുള്ള ഒരു വെക്റ്റർ എടുക്കുകയാണ്. ഇതിനെ എക്സ് എന്ന് എക്സ് ഡോട്ട് വൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3, ഇതാണ് എക്സ് ഡോട്ട് വൈയുടെ വാല്യൂ. അപ്പോൾ 2 പ്ലസ് 6 8 എന്ന് വരും വാല്യൂ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ജനറലായിട്ട് n ടേംസിൻ്റെ വരുമ്പോൾ കറസ്പോണ്ടിങ് n ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ് ലൈക്ക് ദാറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് n കോർഡിനേറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ nth ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഡോട്ട് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സ് ഡോട്ട് എക്സ്, ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് അല്ലേ എടുത്തത്. എക്സും വൈ എന്നുള്ളത് രണ്ട് ടേംസ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഒരേ ടേംസിന് എക്സ് ഡോട്ട് എക്സ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. ആ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഇനി 0 ആവാനുള്ള ഒരൊറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത് 0 ആകുമ്പോൾ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ മാത്രമേ 0 കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. അതായത് ഇപ്പോൾ നമ്മൾ സിമിലർ എക്സ് എന്ന് പറയുന്നതിന് ഇപ്പോൾ 1 2 എന്ന് എടുത്തു. ആ എക്സ് ഡോട്ട് എക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് വരും? 1 1 2 ഡോട്ട് 1 2 അല്ലേ ആക്ച്വലി നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 പ്ലസ് 4 1 പ്ലസ് 4 5 എന്ന് കിട്ടും വാല്യൂ.
അതെന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇത് വേറെ എന്ത് ചെയ്താലും നെഗറ്റീവ് നമ്പർ എടുത്താൽ, അപ്പോൾ -1 -2 എന്ന് എടുത്തു എന്ന് വിചാരിക്കും. -1 -2 എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? -1 × -1 എന്ന് പറയുമ്പോൾ +1 കിട്ടും. -2 × -2 എന്ന് പറയുമ്പോൾ +4. സോ അഗെയിൻ അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? >0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഒരു എക്സ് എടുത്ത് അതിനോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇനി 0 ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, ഈ എടുക്കുന്ന എക്സിൻ്റെ ടേംസ് എല്ലാം 0 ആയിരിക്കണം. 0 എന്ന് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുള്ളൂ. ഓക്കെ, അതാണ് രണ്ട് പ്രോപ്പർട്ടീസ്. ദെൻ for y element of Rn fixed, then the map Rn to R that sends x element of Rn to x dot y is linear. അതായത് x dot y എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പിംഗ് ആണെന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങോട്ടാ? Rnൽ നിന്ന് ഇതിപ്പോൾ എക്സ് ഡോട്ട് വൈ ചെയ്യുന്നത് ഇപ്പോൾ എക്സും വൈയും n കോർഡിനേറ്റ്സ് ആണ്. നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഒറ്റ വാല്യൂ അല്ലേ കിട്ടുള്ളൂ, അതായത് സിംഗിൾ വാല്യൂ അല്ലേ കിട്ടുന്നത്. ഈ സിംഗിൾ വാല്യൂ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്? ആറിലെ എലമെൻ്റ് അല്ലേ. അപ്പോൾ Rnൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ആറിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. n ടേംസിൽ നിന്ന് നമ്മളതിനെ സിംഗിൾ ടേം ആയിട്ട് മാറ്റുന്നു. Rnൽ ഒരു വെക്ടർ എടുത്തിട്ട് അത് ആറിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ മാപ്പിംഗ് എന്ന് പറയുന്നത് ലീനിയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എക്സ് ഡോട്ട് വൈ ചെയ്താലും വൈ ഡോട്ട് എക്സ് ചെയ്താലും സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ തിരിച്ചിട്ട് ചെയ്താലും സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. സോ അതായത് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു വൈ ഡോട്ട് എക്സ്, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഡോട്ട് പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് പറയാൻ കാരണം നമുക്ക് ഇന്നർ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനായിരുന്നു. അപ്പോൾ ഇനി അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് നോംസ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ. So now move on to the section of inner product. An inner product on a vector space V is a function that takes each ordered pair UV of the element V to a number inner product of UV element of F and has the following properties. So the first property is known as positivity. Means that the inner product of two vectors u and v should be greater than or equal to 0 for every vectors u and v from the vector space V. Next one is definiteness, which means that inner product of v should be equal to 0 if and only v equal to 0. Then the next property is additivity in the first slot, which means that inner product of u plus v comma w will be equal to inner product of u and w plus inner product of v and w. And the next one is homogeneity in first slot, the inner product of lambda u v will be equal to lambda into inner product of v. These are the next property, conjugate property. Conjugate property means that inner product of uv will be equal to the conjugate of inner product vu. ഈ 5 പ്രോപ്പർട്ടീസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വെക്റ്റർ സ്പേസിലെ ഏത് രണ്ട് പെയർ ഓഫ് എലമെൻറ്റ്സ് യു ആൻഡ് വി നമ്മൾ ചൂസ് ചെയ്താലും അതെല്ലാം ഈ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എവരി വെക്റ്റേഴ്സ് യു ആൻഡ് വി ഫ്രം ദി വെക്റ്റർ സ്പേസ് വി. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി രണ്ട് ടേമും വി എന്നുള്ളത് യുവും വി ആയിട്ടുള്ളത് രണ്ടും ഒരേ വെക്റ്റേഴ്സ് തന്നെ എടുക്കുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി എന്ന് പറയുന്നത് ഓൺലി 0 ആവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വെക്റ്റേഴ്സ് 0 ആവുമ്പോൾ മാത്രമാണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 എടുക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് 0 കിട്ടുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഡിറ്റിവിറ്റി ഇൻ ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റിലെ ഫസ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത് രണ്ട് വെക്റ്റേഴ്സിൻ്റെ സം ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഇന്നർ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. നമ്മളിപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കൂലേ, അതേപോലത്തെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഈക്വലൻ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ആൻഡ് ഡബ്ല്യു. ഇതിനോട് ഈക്വലൻ്റ്. ഇതാണ് അഡിറ്റിവിറ്റി ഇൻ ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തുണ്ട്. സെക്കൻഡ് സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് രണ്ട് വെക്റ്റേഴ്സ് വരും. അതിനെയും ഈ ഒരു ഫോമിൽ ചെയ്ത് നമുക്ക് ഈക്വൽ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്.
ദെൻ ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വെക്ടർ ഇന്നർ പ്രൊഡക്റ്റിലെ ഫസ്റ്റത്തെ വെക്ടറിൻ്റെ കൂടെ ഒരു സ്കെയിലറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണുന്ന ഇന്നർ പ്രൊഡക്റ്റും ത്രൂ ഔട്ട് ആ ഇന്നർ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ സ്കെയിലർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂനോട് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സ്കെയിലറിനെ കോമൺ ആയിട്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയ ഫസ്റ്റത്തെ സ്ലോട്ടിനെ മൾട്ടിപ്ലൈ ചെയ്താലും മതിയാവും. ദെൻ കോൺജുഗേറ്റ് സിമെട്രി എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി കോൺജുഗേറ്റ് വാല്യൂ, അതിൻ്റെ റിവേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യുവിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇന്നർ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിളാണ് യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ എഫ് എൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W1 W2 എക്സ്ട്രാ WN ആൻഡ് Z1 Z2 എക്സ്ട്രാ Z1 വിച്ച് ഇസ് ഈക്വൽ ടു W1 Z1 ബാർ പ്ലസ് എക്സിട്ര WN ZN ബാർ. അതായത് നമ്മൾ FN എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് രണ്ട് വെക്റ്റേഴ്സ് എടുക്കാൻ, FN എന്ന് പറയുമ്പോൾ അത് ഒരു n ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ഒരു വെക്റ്റർ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി n ടപ്പിൾസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് പറയുന്നത് W1 ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ കോൺജുഗേറ്റ്, ഫസ്റ്റ് കോർഡിനേറ്റ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. W1 ഇൻറ്റു Z1ൻ്റെ കോൺജുഗേറ്റ് പ്ലസ് W2 ഇൻറ്റു Z2ൻ്റെ കോൺജുഗേറ്റ് എക്സിട്ര WN ഇൻറ്റു ZNൻ്റെ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വാല്യൂസാണ് ഈ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഈ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിളാണ് യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് നോക്കാം. An inner product space is a vector space V along with an inner product defined on it. അതായത് ഇപ്പോൾ നമ്മളൊരു ഈ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ ഡിഫൈൻ ചെയ്യണം. അതായത് V എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് രണ്ട് പെയർ ഓഫ് വെക്റ്റേഴ്സ് എടുത്താലും ഈ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമ്മൾ പറയുകയാണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ കേസിൽ. ദെൻ വി ക്യാൻ സേ ദാറ്റ് വെക്റ്റർ സ്പേസ് വിൽ ബി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നർ പ്രോഡക്റ്റ്, ആ ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഈ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ ആ വെക്റ്റർ സ്പേസിൽ ഡിഫൈൻ ചെയ്യണം. ആ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ഏത് രണ്ട് വെക്റ്റേഴ്സ് എടുത്താലും അത് ഇന്നർ പ്രൊഡക്ടിവിറ്റിയുടെ ഈ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് വെക്റ്റർ സ്പേസ് വിൽ ബി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. നെക്സ്റ്റ് ഒരു പ്രപ്പോസിഷൻ ആണ്. ഫോർ ഈച്ച് ഫിക്സഡ് U element of V, the function that takes V2 for each fixed U element of V, the function that takes V2 inner product of VU is a linear map from V to W. അപ്പോൾ നമ്മൾ ഈ ഓരോരോ കണ്ടീഷൻസും പ്രൂവ് ചെയ്യാൻ പോകണം. ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണിത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫോർ ഈച്ച് ഫിക്സഡ് U എലമെൻറ്റ് ഓഫ് V, വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് നമ്മളൊരു വെക്റ്റർ യുവിനെ എടുക്കുകയാണ്. ദെൻ ദി ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് V2 ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VU ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം V to F. V to Fലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീനിയർ മാപ്പാണ് if we are mapping the function V2 inner product of U എന്നുള്ളത്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലീനിയർ മാപ്പ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ലീനിയാരിറ്റി കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ലീനിയാരിറ്റി കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. UV എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലീനിയർ മാപ്പാണ് V2 Fലോട്ടുള്ള ആ മാപ്പിംഗ് എന്ന് പറയുന്നത് ലീനിയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലീനിയാരിറ്റി കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. ലീനിയാരിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഹോമോജിനിറ്റി ആണ്. അത് ഓൾറെഡി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് U പ്ലസ് VW ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് UW പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VW. സോ ഇവിടെ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ലാംഡ V വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു UV. സോ ഹോമോജിനിറ്റി കണ്ടീഷൻ അല്ലാതെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, ഹോമോജിനിറ്റി അല്ലെങ്കിൽ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് this satisfying the linearity condition, so there exists a linear map from V to F എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 U വിൽ ബി ഈക്വൽ ടു 0 ഫോർ എവരി വെക്റ്റർ U എലമെൻറ്റ് ഓഫ്
വെക്റ്റർ സ്പേസ് വി. വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ഏതൊരു വെക്റ്റർ എടുത്തിട്ടും അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് സ്ലോട്ട് സീറോ വെക്റ്ററും സെക്കൻഡ് ഏതെങ്കിലും ഒരു വെക്റ്ററുമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, so we have the from the linearity property from the property of an inner product we have lambda u v will be equal to lambda into uv. നമുക്ക് ഓൾറെഡി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ സ്ഥാനത്ത് ഈ ലാംഡയുടെ സ്ഥാനത്ത് ഞാനിപ്പോൾ ഇവിടെ 0 എടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? ലാംഡ inner product of 0 into u will be equal to 0 into inner product of uv. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ ഈ ലാംഡ, അതായത് ഏതൊരു സ്കെയിലാർ എടുത്താലും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് അവിടെ 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി റൈറ്റ് സൈഡിൽ നോക്കിയേ, 0 ഇൻറ്റു ഒരു ടേം ഒരു ഇന്നർ പ്രൊഡക്റ്റിന് നമ്മൾ 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 വെക്ടർ തന്നെയല്ലേ കിട്ടുക. സോ 0 എന്നായിരിക്കും കിട്ടുക. ദെൻ ഈ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് സ്ലോട്ട് നോക്കാം. 0 ഇൻറ്റു യു, 0 ഇൻറ്റു ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 വെക്ടർ കിട്ടും എന്നുള്ളത് നമ്മൾ ഫസ്റ്റിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വെക്ടർ ഉണ്ട്. സോ 0 ഇൻറ്റു യു എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ദാറ്റ് ഈസ് 0 v വിൽ ബി ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നമ്മൾ v എടുത്തോണ്ട് സെക്കൻഡ് വെക്ടർ ആയിട്ട് v എടുത്തോണ്ടാണ് ഇവിടെ v വന്നത്. നമുക്ക് വേണമെങ്കിൽ ലാംഡ ഇൻറ്റു v കോമ യു എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ യു വരും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടിയിൽ യുവും ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് വി ആണെന്നുള്ളത് വെച്ച് കൺഫ്യൂഷൻ ആവേണ്ട. നമ്മളിപ്പോൾ എടുത്തത് ഈ ഒരു പ്രോപ്പർട്ടി ആ തന്നിരിക്കുന്ന, അതായത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് എടുത്ത ഓർഡറിൽ തന്നെ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ യു എടുത്താലും വി എടുത്താലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ യു തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ പ്രോപ്പർട്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എന്താക്കിയാൽ മതി? ലാംഡ വി കോമ യു വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു വി യു എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 0 വി യു എന്ന് തന്നെ വരും. അപ്പോൾ ഇതിപ്പോൾ ഏതെടുത്താലും ഓക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് വെക്ടർ 0 ആയിട്ടുണ്ടെങ്കിൽ ആ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 ആവുന്നുള്ളൂ. സോ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u0 വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലോട്ട് 0 ആകുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 കിട്ടുമെന്ന് കിട്ടി. ഇനി സെക്കൻഡ് സ്ലോട്ട് 0 ആകുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 കിട്ടുമെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് കോൺജുഗേറ്റ് സിമെട്രി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് എന്താ, 0 v ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? കോൺജുഗേറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ആയിട്ടുള്ളത് തിരിച്ച് വരുന്ന ഇന്നർ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആക്ച്വലി കോൺജുഗേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺജുഗേറ്റ് പ്രോപ്പർട്ടി സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ബി ഈക്വൽ ടു കോൺജുഗേറ്റ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇവിടെ പ്രൂവ് ചെയ്തിരുന്ന ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 v വിൽ ബി 0 v ആയിട്ട് യു ആയിട്ട് 0 എടുക്കണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് v0 v എന്ന് പറയാൻ പറ്റും. ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 എടുത്തതേ ഉള്ളൂ. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 v എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് ബിയിൽ നിന്ന് 0 ആണെന്ന് കിട്ടി. സോ വി ക്യാൻ ഇക്വേറ്റ് 0 ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് 0 v. സോ കോൺജുഗേറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ബാർ കളഞ്ഞിട്ട് കിട്ടുന്നത്, ബാർ ഉദ്ദേശിക്കുന്നത് അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് വി ഫ്രം ദിസ് വി ഗെറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് v0 വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u v പ്ലസ് w ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u v പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u w. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u പ്ലസ് v കോമ w എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാന്ന് പറയും. ഇനി അത് സെക്കൻഡ് സ്ലോട്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യാം. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u v പ്ലസ് w വിൽ ബി ഈക്വൽ ടു അതിൻ്റെ കോൺജുഗേറ്റ് സിമെട്രീനോട് ഈക്വലൻ്റ് ആയിരിക്കും. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബാർ വരും മുകളിൽ, v പ്ലസ് w u ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ മുകളിലൊരു കോൺജുഗേറ്റ് വരും. ദെൻ ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിലുള്ള പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. സോ വി ക്യാൻ split this inner product of u plus wu as inner product of vu plus inner product of wu. ഫസ്റ്റത്തെ സ്ലോട്ടിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഈ കോൺജുഗേറ്റ് എന്നുള്ളത് രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് vu കോൺജുഗേറ്റ് പ്ലസ് കോൺജുഗേറ്റ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് wu. ഇനി ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആ ബാർ പോവില്ലേ? അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് uv പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് uw എന്ന് കിട്ടി. സോ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ. സോ ഒറ്റയടിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്
inner product of u lambda v will be equal to lambda bar inner product of u v. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് ലാംഡേനെ പുറത്തെടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ലാംഡ മാത്രമായിരിക്കും വരിക. ഇനി സെക്കൻഡ് സ്ലോട്ടിൽ നിന്നാണ് നമ്മളൊരു കോൺജുഗേറ്റിനെ, അതായത് സെക്കൻഡ് സ്ലോട്ടിൽ നിന്നാണ് നമ്മളൊരു ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കുക, അതായത് ഒരു സ്കെയിലാറിനെ ഔട്ട് സൈഡ് എടുക്കണമെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും ഔട്ട് സൈഡ് വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ സ്കെയിലാർ അതുപോലെ തന്നെ വരും. സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോൺജുഗേറ്റ്, അതായത് ഒരു ബാർ അഡീഷണൽ ആയിട്ട് വരും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തിട്ട് ഇനി അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ലാംഡ വി വിൽ ബി ഈക്വൽ ടു അതിൻ്റെ കോൺജുഗേറ്റ് വാല്യൂനോട് ഈക്വൽ ഉണ്ടായിരിക്കും. സോ വി ക്യാൻ ഇക്വേറ്റ് കോൺജുഗേറ്റ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ലാംഡ വി യു. ഇനി ബാർ എന്നുള്ളത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലാംഡേനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഈ കോൺജുഗേറ്റിൽ നിന്ന് ബാറിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, അതിനും സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ബാർ വരും. ഇപ്പോൾ ലാംഡ ബാർ ഇന്നർ പ്രൊഡക്റ്റ് കോൺജുഗേറ്റ് ഓഫ് വി യു. ദെൻ ഈ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം, റിവേഴ്സ്, ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ബാർ പോയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് വരും. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ലാംഡ വി വിൽ ബി ഈക്വൽ ടു ലാംഡ ബാർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി. സോ ഇത്രയാണ് അഡീഷണൽ ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ വരുന്ന പ്രോപ്പർട്ടീസ്. ഇതൊരു പ്രൂഫായിട്ട് തന്നെ നോക്കുക, സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസ് വെച്ച് നമ്മൾ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിലൊന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. Next definition, norm. For a vector v element of vector space V, the norm of V is denoted by like this in between two parallel lines. Double parallel lines is defined by and it is read as norm V. Then norm V will be equal to root of inner product of VV. അപ്പോൾ നോം എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതെന്ന് പറയുന്നത് ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി, അതായിരിക്കും ഒരു നോം വിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോമിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്നർ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഒരു സെയിം വെക്റ്റേഴ്സ്, ഇന്നർ പ്രൊഡക്റ്റിൽ നമ്മളിപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് വെക്റ്റേഴ്സ് അല്ലേ ചൂസ് ചെയ്യണം, യു വി. വിയും വിയും എടുക്കുന്നുണ്ട്. ജനറലി നമ്മൾ യു വിന്ന് എടുക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരേ വെക്റ്റേഴ്സ് തന്നെയായിരിക്കും. വി വി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വിയുടെ റൂട്ടിനെയാണ് നമ്മൾ നോം വി എന്ന് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇഫ് Z1 Z2 എക്സെട്ര, അതായത് FN-ൽ നിന്ന് നമ്മളൊരു വെക്റ്റർ എടുത്താൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് വെക്റ്റർ. അതായത് ഇവിടെ നമ്മൾ വി ആയിട്ടാണ് എൻ ടിപ്പിൾ റെപ്രസെൻറ്റേഷൻ Z1 Z2 എക്സെട്ര Zn എടുക്കുന്നത്. അപ്പോൾ നോം എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് Z1 Z2 എക്സെട്ര Zn Z1 എക്സെട്ര Zn. ഇത് യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, നേരത്തെ കേസിൽ പറഞ്ഞതാണ് Z1 ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റിൻ്റെ കോൺജുഗേറ്റ് പ്ലസ് എക്സെട്ര Zn ഇൻറ്റു Zn ബാർ. ഇനി ഒരു വെക്ടർ അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മോഡുലസ് സ്ക്വയർ ആണ് കിട്ടുന്നത്. അതായത് x1 ഇൻറ്റു x2 നമ്മൾ x1 സ്ക്വയറിന് എഴുതുന്ന പോലെ തന്നെ ഇവിടെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് സ്ക്വയർ. സോ മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് Zn സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ നോം കിട്ടുന്നത്. സോ നോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് Zn സ്ക്വയർ. ഇതാണ് ഒരു യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് നോമിൻ്റെ കേസിലും ഉണ്ട്. നോം എന്ന് പറയുമ്പോൾ norm V should be equal to 0. Suppose V is an element of vector space V, then the norm V will be equal to 0 if and only V will be equal to 0, and norm of lambda V will be equal to modulus of lambda into norm of V. അതായത് നോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവണമെന്നുണ്ടെങ്കിൽ ആ വെക്ടർ 0 ആവുന്ന കേസിൽ മാത്രമാണ് നോമിൻ്റെ വാല്യൂ 0 ആവുള്ളൂ. അതുപോലെ തന്നെ ലാംഡ എന്നുള്ളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സെയിം ആസ് മോഡുലസ് ലാംഡ ഇൻറ്റു നോം വി. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ നോം ഓഫ് വി എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി റൂട്ട് ഓഫ് നോം ഓഫ് വി വി. ഇനി റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി എന്നുള്ളതാണ് നോം വി എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി വിൽ ബി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി വി ഈക്വൽ ടു 0. അത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നോക്കിയതായിരുന്നു. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി ഈ 0 ഓൺലി ഇഫ് വി ഈക്വൽ ടു 0. ആ വെക്ടർ 0 ആവുന്ന കേസിൽ മാത്രമാണ് ഈ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവുള്ളൂ. സോ നമുക്ക് അതിൻ്റെ കേസിലും പറഞ്ഞുകൂടെ, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴും റൂട്ട് 0 എന്ന് പറയുമ്പോൾ 0. സോ നോം വി വിൽ ബി 0 ഇഫ് ആൻഡ് ഓൺലി വി ഈക്വൽ ടു 0 ബൈ ദി പ്രോപ്പർട്ടി ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് എടുക്കാം. അപ്പോൾ ഇപ്പം നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം നോമിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി, അതായത് രണ്ട് സൈഡും സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നോം വി ദി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. രണ്ടും സെയിം ഇക്വേഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റൂട്ടിന് ഇപ്പുറത്തേക്ക് സ്ക്വയർ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ലാംഡ വി ദി ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ലാംഡ വി ലാംഡ വി. അപ്പോൾ ഈ ഫസ്റ്റത്തെ ആ ലാംഡേനെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ ആയിട്ടല്ലേ പുറത്ത് വരും. അപ്പോൾ ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ലാംഡ വി. ഇനി സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? അതിൻ്റെ കോൺജുഗേറ്റ് വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഒരു ലാംഡ ഉണ്ടല്ലോ. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ വിക്കും ഈ രണ്ട് ടേംസിനും കോമൺ ആയിട്ടാണ് നമ്മൾ ലാംഡ എടുക്കണമെന്ന് വിചാരിക്കരുത്. ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മൾ സാധാരണ ഒരു ടേമിൽ നിന്ന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം, ഇപ്പോൾ മെട്രിക്സിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ നിന്ന് ഓൾജിബ്രായിക് ഫംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന പോലെയല്ല ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ. ഫസ്റ്റത്തെ സ്ലോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ വരും. സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറായിരിക്കും, അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും ഔട്ട് സൈഡ് വരെ. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഒരു ലാംഡ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടേമിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യണു. ഇനി അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം. അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ സ്ലോട്ടിൽ നിന്നുള്ള ലാംഡേനെ മാത്രമേ നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ലാംഡ ബാർ വരും. ഇനി ലാംഡ ഇൻറ്റു ലാംഡ ബാർ എന്ന് പറയുന്നത് എന്ത് വരും? മോഡുലസ് സ്ക്വയർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ. ദെൻ എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി എന്ന് പറയുന്നത് നോം വി സ്ക്വയർ. ഈ രണ്ട് സൈഡും റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി കിട്ടും. സോ norm of lambda v will be equal to modulus lambda into norm v. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഓർത്തോഗണൽ. രണ്ട് വെക്റ്റേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുന്നത്? ആൻഡ് ടു വെക്റ്റേഴ്സ് u and v element of the vector space v will be orthogonal if the norm of uv will be equal to 0. രണ്ട് വെക്റ്റേഴ്സിൻ്റെ നോം അല്ല ഇന്നർ പ്രൊഡക്റ്റ്, രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടു വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ. അപ്പോൾ ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടോ നോക്കുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രണ്ട് വെക്റ്റേഴ്സും ഓർത്തോഗണൽ ആണ്. അടുത്തൊരു പ്രപ്പോസിഷനാണ് 0 ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ വി. ഓക്കെ, നമ്മൾ വിയിൽ നിന്നൊരു വെക്റ്റർ എടുക്കുകയാണെന്ന്, ആർബിട്രറി ആയിട്ട് ഒരു വെക്റ്റർ യു എന്നുള്ളൊരു വെക്റ്റർ എടുത്തു എന്ന് വിചാരിക്കും. അത് ഇപ്പോൾ 0 ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ, ഏത് ഒരു വെക്റ്ററുമായിട്ടും 0-നുമായിട്ട് മാപ്പ് ചെയ്തിട്ട്, അതായത് 0യും ഏതൊരു ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്ന ഏതൊരു വെക്റ്റർ എടുത്താലും അത് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ വി. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ആർബിട്രറി ആയിട്ട് ഒരു വെക്റ്റർ യു എടുക്കുകയാണ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 യു വിൽ ബി ഈക്വൽ ടു 0 ഫോർ എവറി യു എലമെൻറ്റ് ഓഫ്. ഇത് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇത് തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0യും യുവും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുന്നില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് 0 ആൻഡ് യു ആർ ഓർത്തോഗണൽ. സോ 0 ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ വി. ഈ പ്രോപ്പർട്ടി നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്തിരുന്നത്. സോ ഫ്രം ദി പ്രോപ്പർട്ടി ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി ക്യാൻ സേ ദാറ്റ് 0 ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ വി. And next to prove that 0 is the only vector in V that is orthogonal to itself. 0 എന്ന് പറയുന്ന ഒരൊറ്റ വെക്റ്റർ മാത്രമാണ് 0നോട് ഓർത്തോഗണൽ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 0 is orthogonal to every vector, ബട്ട് 0 വെക്റ്ററിനോട് ഓർത്തോഗണൽ ആയിട്ട്, അതായത് ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അതിനോട് തന്നെ ഓർത്തോഗണൽ ആവുക. അപ്പോൾ യു ഈസ് ഓർത്തോഗണൽ ടു യു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അതുപോലെയാണ് പറയുന്നത് 0 എന്ന് പറയുന്ന വെക്റ്റർ മാത്രമാണ് ഇറ്റ്സെൽഫ് അതിനോട് തന്നെ ഓർത്തോഗണൽ ആയിട്ടുള്ളത്. സെയിം വെക്റ്റേഴ്സ് തമ്മിൽ ഓർത്തോഗണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് 0 വെക്റ്റർ മാത്രമാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു വിൽ ബി ഈക്വൽ ടു 0
only if u equal to 0. അതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ. ഇഫ് v എലമെന്റ് ഓഫ് v ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് vv ഈക്വൽ ടു 0 ഓൺലി ഇഫ് v ഈക്വൽ ടു 0. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 0 0 ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 0 കിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 ആവാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് വാല്യൂസും 0 ആവുമ്പോഴാണ്. ഓക്കെ, സോ 0 is the only vector in V that is orthogonal to itself. ഒരു വെക്ടർ അതിനോട് തന്നെ ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വെക്ടർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി. ആൻഡ് 0 is orthogonal to all other vectors. മറ്റ് വെക്ടേഴ്സിനോട് ഓർത്തോഗണൽ ആണ്, ഇറ്റ്സെൽഫ് അതിനോടും തന്നെ ഓർത്തോഗണൽ. അതാണ് ഈ പ്രൊപ്പോസിഷൻ്റെ ഒരു കൺക്ലൂഷൻ. നെക്സ്റ്റ് പൈതഗോറിയൻ തിയറം. പൈതഗോറിയൻ ഫോർമുലയൊക്കെ നമുക്കറിയാം. അതിൻ്റെ ബേസിസിൽ തന്നെയുള്ളതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറിയൻ തിയറം എന്ന് പറയുന്നത് സപ്പോസ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് ഇൻ വി, ദെൻ നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു നോം ഓഫ് യു സ്ക്വയർ പ്ലസ് നോം ഓഫ് വി സ്ക്വയർ. ഈ കണ്ടീഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്. നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നോം ഓഫ് യു പ്ലസ് വി എന്ന് എടുക്കാം. കാരണം എന്താ, നോം ഓഫ് വി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നോം ഓഫ് വി എന്നുള്ളതല്ല. അപ്പോൾ വിയുടെ സ്ഥാനത്ത് യു പ്ലസ് വി. നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തൂടെ, എങ്ങനെയാണ്, യു പ്ലസ് വി ഡബ്ല്യു എന്നുള്ളതിനെ നമ്മൾ യു വി പ്ലസ് വി ഡബ്ല്യു അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഇത്. ഇനി നോം ഓഫ് യു വി ഈക്വൽ ടു നോം ഓഫ് വി യു ആണ്. അതായത് അത് തമ്മിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കോൺജുഗേറ്റിനോട് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. നോം ഓഫ് യു വി വിൽ ബി ഈക്വൽ ടു കോൺജുഗേറ്റ് ഓഫ് വി യു. ഇനി കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ റിയൽ പാർട്ടിൻ്റെ കോൺജുഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഇമാജിനറി പാർട്ടിന് മാത്രമാണ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു എന്ന് പറയുന്നത് 2 times ദി റിയൽ പാർട്ട് ഓഫ് യു വി എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. സിൻസ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും യു ആൻഡ് വി വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, നമുക്കിവിടെ കണ്ടീഷനിൽ തന്നിട്ടുണ്ട് യുവും വിയും ഓർത്തോഗണൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ നോം എടുക്കുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്താണ്, 0 ആണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു റിയൽ പാർട്ട് 2 times ദി റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ആണ്. സോ റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, 0 ആയില്ല. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് പറയുന്നത് 0 പ്ലസ് ഐ 0 ആണ്. അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ 2 into 0 എന്ന് പറയുന്നത് 0 കിട്ടും. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ സിമിലർലി നോം ഓഫ് യു എന്നുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, നോം യു ദി ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി എന്നുള്ളത് നോം വി സ്ക്വയർ. സോ ദി തിയറം കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ഒരു റിസൾട്ട് ആണ് ആൻ ഓർത്തോഗണൽ ഡികമ്പോസിഷൻ. സപ്പോസ് യു ആൻഡ് വി എലമെന്റ് ഓഫ് ദി വെക്ടർ സ്പേസ് വി വിത്ത് വി ഈസ് നോട്ട് ഈക്വൽ ടു 0, ദെൻ സെറ്റ് C equal to inner product of u v by norm v square and w equal to u minus inner product of u v by norm v square into v. Then the inner product of w v will be equal to 0 and u is equal to cv plus w. അതായത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് വെക്ടർ സ്പേസ് വിയിൽ നിന്ന് എടുക്കുകയാണ് യുവും വി. വി എന്ന് പറയുന്നത് എന്തായാലും നോൺ സീറോ വെക്ടറാണ്, യു ക്യാൻ ബി 0. ദെൻ നമ്മൾ രണ്ട് വെക്ടേഴ്സ് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്, സി എന്നും ഡബ്ല്യു എന്നുള്ള രണ്ട് വെക്ടേഴ്സ്. സി എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ബൈ നോം വി സ്ക്വയറും ഡബ്ല്യു എന്ന് പറയുന്നതിന് യു മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു വി ബൈ നോം വി സ്ക്വയർ ഇൻറ്റു വി. ഈ ഒരു ടേമായിട്ട് യു സിയും ഡബ്ല്യുവും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഡബ്ല്യു ചെയ്യുമ്പോൾ 0 വരും. അതുപോലെ തന്നെ യു ക്യാൻ ബി റിട്ടേൺ ആസ് സി ഇൻറ്റു വി പ്ലസ് ഡബ്ല്യു എന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ദീസ് 2 കണ്ടീഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. ജസ്റ്റ് റിസൾട്ട് ആയിട്ട് മാത്രം നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്
Cauchy-Schwarz inequality. Suppose u and v element of V, then modulus of inner product of uv will be less than or equal to norm of u into norm of v. This inequality is equality if and only one of the vector u and v is a scalar multiple of the other. അപ്പോൾ Cauchy-Schwarz inequality എന്ന് പറയുന്നത് ഇതാണ്. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി. ഇത് ഈക്വൽ ആവുന്ന കണ്ടീഷൻ, അതായത് ഈ ഇനീക്വാളിറ്റി ഈക്വൽ, ദിസ് വിൽ ബി ഈക്വൽ ടു നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി എന്ന് പറയാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് യു ആൻഡ് വി ഇതിൽ ഏതെങ്കിലും ഈ രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു വെക്ടർ മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇനീക്വാളിറ്റി വിൽ ബിക്കം ഇക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇനീക്വാളിറ്റിയുടെ കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ എനി വെക്ടർ ഫ്രം ദി വെക്ടർ സ്പേസ്, എനി ടു വെക്ടർ യു ആൻഡ് വി ഫ്രം ദി വെക്ടർ സ്പേസ് വി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എടുക്കുകയാണ്. ഇഫ് വി ഈക്വൽ ടു 0 ദെൻ ബോത്ത് സൈഡ് ഓഫ് ദി ഡിസൈഡ് ഇനീക്വാളിറ്റി വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്യുന്നതിൽ ഒരു വെക്ടർ 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ വരിക? നോം ഓഫ് യു 0, നോം ഓഫ് യു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു 0, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു 0 എന്ന് പറയുന്നത് എന്താ? 0 അല്ലേ? ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നാലും ഫസ്റ്റ് സ്ലോട്ടിൽ വന്നാലും സെക്കൻഡ് സ്ലോട്ടിൽ വന്നാലും ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 0 ആയിപ്പോയി. ഇനി ഈ വി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നോം 0 എന്ന് പറയുന്നത് എന്താ? 0 അല്ല. അപ്പോൾ നോം ഓഫ് യു ഇൻറ്റു 0 എന്ന് പറയുന്നത് 0. അപ്പോൾ ലെഫ്റ്റ് സൈഡും 0 ആയിപ്പോവും, റൈറ്റ് സൈഡും 0 ആവും. അപ്പോൾ വി ഏതെങ്കിലും ഒരു വെക്ടർ 0 ആവുന്ന കേസിൽ ഇതെന്തായി മാറും? രണ്ട് സൈഡും 0 ആയിപ്പോവും. അപ്പോൾ ആ ഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് വി എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് തന്നെ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Now consider the orthogonal decomposition of u is equal to norm of inner product of uv by norm of u square into v plus w, where w is orthogonal to v. അതായത് നമ്മളിപ്പോൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട്, രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നതിന് ഓർത്തോഗണൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ സി എന്ന് പറയുന്നതിൻ്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് നോം ഓഫ് യു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ബൈ നോം യു സ്ക്വയർ എന്നുള്ളത് എടുത്തു. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർത്തോഗണൽ ഡികമ്പോസിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആ റിസൾട്ടായിട്ട്. ആ റിസൾട്ടിൽ നിന്നാണ് ആ സിയുടെ സ്ഥാനത്ത് നമ്മൾ അസ്യൂം ചെയ്ത സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ കേസ് അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു norm of u square plus norm of v square. So norm of u square എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ പൈതഗോറസ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ norm of u square will be equal to norm of this value plus norm of w square. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ നോമിനെ നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുകയാണ്, അതായത് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് നോം ഓഫ് യു സ്ക്വയർ എന്ന് പറയുന്നത് എന്തൊരു? മോഡുലസ് ഓഫ് നോം യു സ്ക്വയർ ഇൻറ്റു നോം ഓഫ് വി സ്ക്വയർ ബൈ നോം ഓഫ് യു വി സ്ക്വയർ ഡി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോം റേസ് ടു 4 വരും, സ്ക്വയറിൻ്റെ സ്ക്വയർ റേസ് ടു 4. ഇനി ഇവിടെ മോഡുലസ് വരാൻ കാരണം നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? അതായത് നമ്മൾ അതിനെ ഒരു സ്കെയിലാർ ആയിട്ടാണ് നമ്മൾ ആ ഇന്നർ പ്രൊഡക്റ്റിന് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നോമിൻ്റെ ഉള്ളിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നതാണല്ലോ. ആക്ച്വലി ഈ വന്നിരിക്കുന്ന ഇന്നർ പ്രൊഡക്റ്റ് നമ്മളൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആ സ്കെയിലാറിന് എന്താ ശരി, നമ്മൾ മോഡുലസ് ഓഫ് ലാംഡ സ്ക്വയർ, മോഡുലസ് നോം ഓഫ് ലാംഡ വി എന്ന് പറയുന്നത് എന്തായിരുന്നു? നോം ഓഫ് ലാംഡ വി എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡുലസ് ഓഫ് ലാംഡ ഇൻറ്റു നോം വി. അപ്പം മോഡുലസ് ഓഫ് നോം ഓഫ് ലാംഡ വി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തൊരും? മോഡുലസ് ഓഫ് ലാംഡ സ്ക്വയർ ഇൻറ്റു നോം വി സ്ക്വയർ. അപ്പോൾ ഈ ടേമിന് നമ്മൾ ജസ്റ്റ് ഒരു ലാംഡ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് നമുക്കൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതെന്ന് പറയുന്നത് വെക്ടറാണ്. അപ്പോൾ എന്തൊരും? നോം വി ദി ഹോൾ സ്ക്വയർ ബൈ നോം വി റേസ് ടു 4. ഇനി സ്ക്വയറും 4ഉം തമ്മിലൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ സ്ക്വയർ ആയിട്ട് വരും. പ്ലസ് ഇതെന്തോരും? നോം ഡബ്ല്യു ദി ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നമ്മൾ ഈ ടേമിൻ്റെ കൂടെ പ്ലസ് ചെയ്യുമ്പോൾ, ഈ പോസിറ്റീവ് ക്വാണ്ടിറ്റി പ്ലസ് ചെയ്യുമ്പോഴാണ് ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂവിനേക്കാളും അത് കൂടുതലായി പോണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇത് ഈക്വൽ ആവുന്നത്. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ ടേം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇതായിരിക്കില്ലേ കൂടുതൽ? ഒന്നെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് കൂടുതലായിരിക്കും.
അതായത് ഇപ്പോൾ നമ്മൾ 9 ഈക്വൽ ടു 9 നമുക്ക് എങ്ങനെ എഴുതാം 5 + 4 എന്ന് എഴുതാം. അതായത് 5ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോഴാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റിയുടെ കൂടെ അത് ഈക്വൽ ആയത്. അപ്പോൾ നമ്മൾ ഈ 4 മാറ്റി നിർത്തി എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ഉത്തരം വരുള്ളൂ 5 വരുള്ളൂ. അപ്പോൾ ഈ ഈക്വാളിറ്റി എന്തായി മാറും ഗ്രേറ്റർ ദാൻ ആയി മാറും. കാരണം എന്താ 9 എന്നുള്ളതായി വലിയ വാല്യൂ ആയി. ഈക്വൽ അല്ലാതെ എന്തായി ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ കുറച്ചും കൂടി വലുതായി. അതാണ്. ഇനി അത് ഈക്വൽ ആവാനുള്ള കേസ് ഉണ്ട്. ഈക്വൽ ആവാൻ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റി 0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അപ്പോൾ അത് ഇതിപ്പോൾ നമുക്ക് ആക്യുറേറ്റ് വാല്യൂ നമുക്ക് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഗ്രേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇത് നമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈക്വാളിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ഈക്വൽ ആവാനും ഗ്രേറ്റർ ആവാനുള്ള പോസിബിലിറ്റിയാണ്. ഒരിക്കലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കില്ല. അത് ലെസ് ദാൻ ആയിരിക്കില്ല. അതാണ് ഇങ്ങനെ എഴുതാൻ കാരണം. സോ ഈ ക്വാണ്ടിറ്റി നമ്മൾ കളയുകയാണെങ്കിൽ ബാക്കി ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും നോം ഓഫ് യു സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് നോം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ദി ഹോൾ സ്ക്വയർ ബൈ നോം വി സ്ക്വയർ. ഇനി രണ്ട് സൈഡിലും ഈ മോഡുലസ് ഓഫ് വി സ്ക്വയർ നോം ഓഫ് വി സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും നോം ഓഫ് u square into norm of v square is greater than or equal to modulus of inner product of u v the all square എന്ന് കിട്ടി. ഈ രണ്ട് സൈഡ് റൂട്ട് എടുക്കുകയാണ്. റൂട്ട് എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ or equal to മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി. സോ ദിസ് ഈസ് ദി കോഷി-ഷ്വാർട്സ് ഇൻഇക്വാളിറ്റി. ആൻഡ് നൗ ദി കോഷി-ഷ്വാർട്സ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നൗ ദി കോഷി-ഷ്വാർട്സ് ഇൻഇക്വാളിറ്റി ഈസ് ആൻ ഇക്വാളിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി ഇക്വേഷൻ 1 ഈസ് ആൻ ഇക്വാളിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ലാസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടാൻ കാരണം നമുക്ക് ഇവിടെ അതായത് ഈ ഒരു ഇക്വേഷൻ ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ 1നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഈ റിസൾട്ട് കിട്ടിയത്. സോ ഇത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ ഈക്വൽ ആയിട്ട് കിട്ടണം. ഇവിടെ വെച്ച് ഈക്വൽ ആയിട്ട് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി എന്താ ഈ വാല്യൂ എന്തായിരിക്കണം ഡബ്ല്യുവിൻ്റെ അതായത് ഈ ടേമിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അതായത് ഇപ്പോൾ 9 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 9 + 0 എന്ന് എഴുതിക്കൂടെ 9 ഈക്വൽ ടു 9 + 0. അതായത് ഈ ഡബ്ല്യു എന്നുള്ള ചേഞ്ചസ് ഒന്നും വരരുത്. ഈ ഈക്വൽ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ടേം എന്തായിരിക്കണം 0 ആയിരിക്കണ്ടേ. 5ൻ്റെ കൂടെ ഇപ്പോൾ 9 അല്ല വേറെ ഏത് വാല്യൂ എടുത്താലും ലെഫ്റ്റ് സൈഡിലെ വാല്യൂനോട് ഈക്വലൻ്റ് ആക്കണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നോൺ സീറോ നമ്പർ തന്നെയാണ് എൻ്റർ ചെയ്യണത്. സോ ഈ ഇക്വാളിറ്റി തന്നെ റിമൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതായത് ഡബ്ല്യു എന്നുള്ള ടേം മാറ്റിയപ്പോൾ അപ്പോൾ ഡബ്ല്യു എന്നുള്ള ഈ ഒരു സെക്കൻഡ് ടേം മാറ്റുമ്പോൾ ചേഞ്ചസ് ഒന്നും വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ടേം ആയിരിക്കണം സിമിലർ ടേം ആയിരിക്കും. അതായത് ഈ ഡബ്ല്യു എന്ന് പറയുന്ന മാറ്റുന്ന ടേം എന്തായിരിക്കണം 9 തന്നെ ആയിരിക്കും 0 ആയിരിക്കണം. അതായത് എന്തായിരിക്കണം ഈ ഡബ്ല്യു എന്നുള്ള ടേം 0 ആകുമ്പോൾ മാത്രമാണ് അത് ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുള്ളൂ. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് എന്ത് കിട്ടും ഈക്വൽ ആയിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ദിസ് ഇക്വാളിറ്റി വിൽ ബി equal only if the equation 1 is equality, and obviously this happen if and only if the w equal to 0. But w equal to 0 if and only if u is a multiple of v from the result above, then thus the Cauchy-Schwarz inequality is an equality if and only if u is a scalar multiple of v or v is a scalar multiple of u. ഇനി ഡബ്ല്യു 0 ആവാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഡബ്ല്യു 0 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇക്വാളിറ്റി കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു ടേമിനെ ഡബ്ല്യു എന്നുള്ള ഒരു ടേമിനെ നമ്മൾ ഇവിടുന്ന് മാറ്റി നിർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ടേം കുറച്ചും കൂടി ഹയർ ആയി പോകുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തത്. ഇനി അത് ഈക്വൽ ആവാനുള്ളൊരു കണ്ടീഷൻ ഡബ്ല്യു മാറ്റി നിർത്തിയാലും സെയിം ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഈ രണ്ട് ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 0 മാറ്റുമ്പോഴാണ് 9 ഈക്വൽ ടു 9 എന്നുള്ള ഈക്വാലിറ്റി. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇനി ആ ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എന്താ നോക്കിയേ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ ഇവിടത്തെയാണ്. ഡബ്ല്യു ഇസ് ഓർത്തോഗണൽ ടു വി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഈ ഡബ്ല്യു 0 ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ നോക്കിയേ യു ഈസ് ഈക്വൽ ടു എന്തോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണു ടു വി അല്ലേ. അതായത് ഈ വാല്യൂ നമ്മളൊരു സ്കെയിലാർ വെച്ചാണെന്ന് വിചാരിക്കും. ദെൻ വി ഗെറ്റ് യു ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വി എന്ന് കിട്ടിയില്ലേ. അതുപോലെ തന്നെ റിവേഴ്സും നമുക്ക് പറയാം വി ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ. ഇതിപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ വി ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ കിട്ടി. ദി ഇക്വാളിറ്റി ഹോൾഡ് ഇഫ് ആൻഡ് ഓൺലി ദി ഇൻഇക്വാളിറ്റി ഈസ് ആൻ ഇക്വാളിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എയ്തർ യു ആൻഡ് വി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ. അപ്പോൾ ഡബ്ല്യു 0 ആകുമ്പോൾ മാത്രമാണ് ആ ഇക്വാളിറ്റി ആയിട്ട് മാറുന്നത്. ഡബ്ല്യു 0 ആയിക്കഴിഞ്ഞാൽ എന്തായും ഒന്നെങ്കിൽ യു ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വി ആയിരിക്കും അല്ലെങ്കിൽ വി ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് യു. ഫ്രം ദിസ് വി ക്യാൻ കംപ്ലീറ്റ് ദിസ് പ്രൂഫ്.
Next is also an inequality named as triangle inequality. That is, suppose V, U and V is an element of the vector space V, then norm of U plus V is less than or equal to norm of U plus norm of V. This inequality is equality if and only if one of U or V is a non-negative multiple of the other. Okay. അപ്പോൾ ഈ കണ്ടീഷൻ ഈ ഇൻഇക്വാളിറ്റി ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോം ഓഫ് വി എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. അപ്പോൾ ഈ വിയുടെ സ്ഥാനത്ത് യു പ്ലസ് വി എടുത്താൽ മതി. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി യു പ്ലസ്. ഇനി നമ്മൾ ഇതിനൊന്ന് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യാണ്. യു പ്ലസ് വി ഡബ്ല്യൂന് നമുക്ക് എങ്ങനെ എഴുതാം? യു വി പ്ലസ് വി ഡബ്ല്യൂ എന്ന് എഴുതാൻ പറ്റുന്ന പോലെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഫസ്റ്റും സെക്കൻഡ് ടേം അടുപ്പിച്ച് എഴുതി. ഇതിൻ്റെ രണ്ടിനും മാറ്റി എഴുതി. ദെൻ നോം ഓഫ് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഉണ്ട്, ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു ഉണ്ട്. ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യുവിന് നമുക്ക് എങ്ങനെ എഴുതാം? കോൺജുഗേറ്റ് സിമെട്രി യൂസ് ചെയ്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി കോൺജുഗേറ്റ് എന്ന് എഴുതാം, നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. ഇനി ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 2 times ദ റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ആയിരിക്കും. അതായത് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് അവിടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ 2 times ആയിരിക്കും. ദെൻ റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി. സോ ഈ കണ്ടീഷൻ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഒരു കണ്ടീഷനാണ്, ഒരു റിസൾട്ടാണ്. സോ ഈ 2 times റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വിനെ നമ്മൾ മോഡുലസ് ഓഫ് യു വി വെച്ചിട്ട് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഈക്വൽ ടു സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. ഇവിടുത്തെ ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി മോഡുലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു. ഇത് മോഡുലസ് ഉണ്ട്. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി. ഇപ്പം നമ്മൾ പറഞ്ഞ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കോഷി-ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി. അതിനെ ഇവിടെ റീപ്ലേസ് ചെയ്തു. ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി? ഇതിനെ എയും നോം ഓഫ് യുവിനെ എയും നോം ഓഫ് ബിനെ ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ അല്ലേ. സോ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ നോം ഓഫ് യു പ്ലസ് നോം ഓഫ് വി ദി നോം യു പ്ലസ് നോം വി ദി ഹോൾ സ്ക്വയർ എന്നിട്ട് ഇത് ഈക്വൽ എടുക്കാൻ കാരണം ഈ ലാസ്റ്റ് ചെയ്ത കണ്ടീഷനോട് ഈക്വലൻ്റ് ആണ് ഇത്. പക്ഷേ ഇവിടെ ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെഫ്റ്റ് കണ്ടീഷനുമായിട്ട് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്. സോ വി ക്യാൻ ഇക്വേറ്റ് നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു പ്ലസ് നോം ഓഫ് വി ദി ഹോൾ സ്ക്വയർ. രണ്ട് സൈഡും റൂട്ട് എടുക്കുകയാണെങ്കിൽ നോം ഓഫ് യു പ്ലസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് യു പ്ലസ് നോം ഓഫ് വി എന്നിട്ട്. സോ ദി ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ ഇക്വാളിറ്റി ആവാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ദി ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി ഈസ് ആൻ ഇക്വാളിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഹാവ് ഇക്വാളിറ്റി ഇൻ 1 and 2. ദാറ്റ് ഈസ് ഈ രണ്ട് കേസിൽ ഇവിടെ വെച്ചിട്ടാണ് ആ ഈക്വൽ എന്നുള്ള സൈൻ എന്തായി മാറുന്നത്? ഈ രണ്ട് ഇക്വേഷനിൽ വെച്ചിട്ടാണ് ഈക്വൽ എന്നുള്ള സൈൻ ഇൻഇക്വാളിറ്റി ആയിട്ട് മാറുന്നത്. അതായത് ആ ഈക്വാളിറ്റി മാറിയിട്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്നത് ഈ രണ്ട് കണ്ടീഷനിലാണ്. അപ്പോൾ ഇവിടെയും അത് ഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ടിൽ എന്ത് തന്നെ കിട്ടും? ഇക്വാളിറ്റി തന്നെ കിട്ടും. ഇനി ആ രണ്ട് കേസിലും അത് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? അപ്പോൾ ആ റിയൽ പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡുലസ് വാല്യൂ ആവണം. പിന്നെ കോഷി-ഷോർട്ട്സ് ഇക്വാളിറ്റി ആവുന്ന രണ്ട് കണ്ടീഷനും. സോ ദസ് ദി ട്രയാങ്കുലർ ഇക്വാളിറ്റി ഇൻ ദി we have the equality in the triangular inequality if and only if the inner product of uv will be equal to norm of u into norm of v. If one of u and v is a non-negative multiple of the other, then the equality of 3 hold. Conversely, from the Cauchy-Schwarz inequality, the equality condition implies that one of the u and v is a scalar multiple of the other. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്? ഇത് ഈ റിസൾട്ട് കോഷി-ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി എന്നുള്ള റിസൾട്ട് ഇക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ കോഷി-ഷോർട്ട്സ് ഇക്വാളിറ്റി ആവുന്ന കണ്ടീഷൻ ഏതായിരുന്നു? നമ്മുടെ
വൺ യു ആൻഡ് വിയിലെ ഏതെങ്കിലും മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആവാന്നുള്ളത്. സോ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ഇത് ഇക്വാളിറ്റി ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കോഷി ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുമ്പോഴാണ്. ഫ്രം ദി സെയിം റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഹോൾഡ് ഇഫ് ഇറ്റ് ഈസ്. Next proposition, parallelogram equality. Suppose u and v element of the vector space V, then norm of u plus v the whole square plus norm of u minus v the whole square will be equal to 2 times the norm of u, 2 times sum of norm of u square plus norm of v square. നമ്മൾ വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് രണ്ട് വെക്റ്റേഴ്സിനെ ചൂസ് ചെയ്യാണ്. u ആൻഡ് v എന്നുള്ള രണ്ട് വെക്റ്റേഴ്സിനെ ചൂസ് ചെയ്തു. ആ വെക്റ്റേഴ്സ് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. യു പ്ലസ് വി എന്നുള്ള വെക്ടറിൻ്റെ നോമിൻ്റെ സ്ക്വയർ പ്ലസ് യു മൈനസ് വി എന്നുള്ള വെക്ടറിൻ്റെ നോമിൻ്റെ സ്ക്വയർ വിൽ ബി, ആൻഡ് ദി സം ഓഫ് ദീസ് ടു സ്ക്വയേഴ്സ് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് ദി സെപ്പറേറ്റ് norm of squares of the two terms, norm of u square and norm of v square. നമുക്ക് ഈ ഇക്വാളിറ്റി ഒന്ന് പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ പ്ലസ് നോം ഓഫ് യു മൈനസ് വി ദി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു നോം ഓഫ് യു പ്ലസ് വി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോം ഓഫ് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. അപ്പോൾ ഇവിടെ വിയുടെ സ്ഥാനത്ത് യു പ്ലസ് വി ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി യു പ്ലസ് വി. സിമിലർലി നോം ഓഫ് യു മൈനസ് വി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു മൈനസ് വി യു മൈനസ് വി. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്തുവരും? നോം ഓഫ് യു വി യു യു നോം ഓഫ് യു വി പ്ലസ് നോം ഓഫ് വി യു പ്ലസ് നോം ഓഫ് വി വി. ഇതെന്തുവരും? നോമല്ല ഇന്നർ പ്രൊഡക്റ്റ് കേട്ടോ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു മൈനസ് യുവും വിയും നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. ഇനി ഇവിടെ കുറച്ച് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി പറഞ്ഞത് എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു. അതെന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു യു എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? നോം യു സ്ക്വയർ ആണ്. അപ്പോൾ 2 ടൈംസ് ദി നോം ഓഫ് യു സ്ക്വയർ. അതുപോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി എന്ന് പറയുന്നത് ആക്ച്വലി നോം ഓഫ് വി സ്ക്വയർ ആണ്. സോ 2 ടൈംസ് നോം ഓഫ് വി സ്ക്വയർ. കോമൺ ആയിട്ട് 2നെ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പാരലോഗ്രാം ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും.